എവരിവൺ, ഐ എം ആയിഷ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഹാൻഡ് വാഷിങ്ങിനെ കുറിച്ചാണ്, അഥവാ കൈ കഴുകുന്ന രീതി. ബലദിയ എക്സാമിൽ ഏറ്റവും പ്രധാനമായും ചോദിക്കുന്ന ഒരു ഭാഗമായിരിക്കും ഇത്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വെറുതെ ഇങ്ങനെ കൈ കഴുകിയാൽ മതിയോ? അത് ശരിയായ രീതിയാണോ? നമുക്ക് നോക്കാം. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുള്ള ഒന്നാണ് എപ്പോഴൊക്കെയാണ് കൈ കഴുകണം എന്നത്. അതറിയോ നിങ്ങൾക്ക്? പറഞ്ഞുതരാം. ഒരു 5 പോയിന്റ് ആയിട്ടാണ് ഇത് വരുന്നത്. 1, ജോലി തുടങ്ങുന്നതിന് മുമ്പ് കൈ കഴുകണം. ഓക്കെ, പിന്നെ ടോയ്ലറ്റിൽ പോയതിന് ശേഷം കൈ കഴുകണം. കാരണം ഭക്ഷണമൊക്കെ സെർവ് ചെയ്യാനും ഉണ്ടാക്കാനൊക്കെ ഉള്ളതല്ലേ. അപ്പൊ ടോയ്ലറ്റിൽ പോയതിന് ശേഷവും കൈ കഴുകണം. പിന്നെ മാലിന്യങ്ങൾ തൊട്ടതിന് ശേഷം, ബാക്ടീരിയകളും അണുക്കളൊക്കെ കയ്യിലുണ്ടാവൂലേ മാലിന്യങ്ങൾ തൊട്ട് കഴിഞ്ഞാല്. അപ്പൊ മാലിന്യങ്ങൾ തൊട്ടതിന് ശേഷവും കൈ കഴുകണം. പിന്നെ ഭക്ഷണം കഴിച്ചതിനോ പുകവലിച്ചതിനോ ശേഷം, ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകണം, പുകവലിച്ചതിന് ശേഷം കൈ കഴുകണം. ഓക്കെ, പിന്നെ പച്ച മാംസമോ മീനോ കൈകാര്യം ചെയ്ത ശേഷം. ബാക്ടീരിയകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കയ്യില് വരാനുള്ള സാധ്യതയുള്ള ടൈമാണ് ഇതൊക്കെ, പച്ചമാംസം മുറിക്കുമ്പോഴൊക്കെ. അപ്പോ പച്ചമാംസമോ മീനൊക്കെ കൈകാര്യം ചെയ്തതിന് ശേഷം കൈ കഴുകണം. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് പൊതുവായ നിർദ്ദേശങ്ങളെ കുറിച്ചാണ്. അതായത് കൈ കഴുകുമ്പോഴുണ്ടാകുന്ന പൊതുവായ നിർദ്ദേശങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണത്? 1, കൈ കഴുകാൻ വേണ്ടി മാത്രം നിശ്ചയിച്ചിട്ടുള്ള സിങ്കുകളിൽ മാത്രമേ കൈ കഴുകാൻ പാടുള്ളൂ. അതായത് കൈ കഴുകാന്, പാത്രം കഴുകാന് എന്നിവയൊക്കെ വേറെ വേറെ സിങ്കുകൾ വേർതിരിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിൽ മാത്രമേ കൈകൾ കഴുകാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ രണ്ടാമത്തത് കുറഞ്ഞത് 20 സെക്കൻഡെങ്കിലും കൈകൾ തേച്ച് കഴുകണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, എക്സാമിന് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ കുറഞ്ഞത് 20 സെക്കൻഡെങ്കിലും കൈകള് നന്നായിട്ട് തേച്ച് കഴുകണം. ഓക്കെ, പിന്നെ എങ്ങനെയാണ് കഴുകേണ്ടത്? കഴുകാന് ചെറു ചൂടുള്ള വെള്ളവും സോപ്പും ആണ് ഉപയോഗിക്കേണ്ടത്. എങ്ങനെയാണ് കഴുകാൻ? ചെറു ചൂടുള്ള വെള്ളവും സോപ്പും ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ എന്തെല്ലാമാണ് പൊതുവായ നിർദ്ദേശങ്ങള്? 1, കൈ കഴുകാൻ വേണ്ടി മാത്രമായി നിശ്ചയിച്ചിട്ടുള്ള സിങ്കുകളിൽ മാത്രമേ കൈ കഴുകാൻ പാടുള്ളൂ. ഓക്കെ, 2, കുറഞ്ഞത് 20 സെക്കൻഡെങ്കിലും കൈകൾ തേച്ചു കഴുകണം. 3, കഴുകാൻ ചെറു ചൂടുള്ള വെള്ളവും സോപ്പും ഉപയോഗിക്കണം. ഓക്കെ, നമ്മൾ നോക്കുന്നത് കൈ കഴുകുന്ന ഘട്ടങ്ങളെ കുറിച്ചാണ്. അപ്പൊ കൈ കഴുകല് ഒരു 8 ഘട്ടങ്ങളായിട്ടാണ്, 8 സ്റ്റെപ്പ് ആയിട്ടാണ് പറയുന്നത്. നമുക്കത് ഓരോന്നും നോക്കിയാലോ. 1ാമത്തെ സ്റ്റെപ്പ്, ചെറു ചൂടുള്ള വെള്ളത്തില് കൈകൾ നന്നായിട്ട് നനയ്ക്കുക. ഓക്കെ, ആ ചൂടുള്ള വെള്ളം നമ്മളെ കയ്യില് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നനയ്ക്കുക. ഓക്കെ, സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാല് ഉചിതമായ അളവില് സോപ്പ് കയ്യിൽ പുരട്ടുക. നമ്മളെ കയ്യിന് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും സോപ്പ് നമ്മളെ കയ്യിൽ പുരട്ടുക. ഓക്കെ, സ്റ്റെപ്പ് 3, കൈകൾ തമ്മിൽ നന്നായിട്ട് തടവുക. ഓക്കെ, നന്നായിട്ട് കൈ രണ്ടും വരുതുക. ഓക്കെ, സ്റ്റെപ്പ് 4, വിരലുകൾക്കിടയിലും വിരലുകൾക്ക് ചുറ്റും നന്നായി തടവുക. ഓക്കെ, നമ്മളെ കയ്യിൽ ബാക്ടീരിയയും അണുക്കളൊക്കെ വരാൻ നല്ല സാധ്യതയുള്ള ഇടങ്ങളാണ് വിരലുകളുടെ ഇടയിൽ എന്നൊക്കെ പറയുമ്പോൾ. ഓക്കെ, അപ്പോ വിരലുകളുടെ ഇടയിലും വിരലുകൾക്ക് ചുറ്റും നന്നായിട്ട് തടവുക. ഓക്കെ, സ്റ്റെപ്പ് 5, ഓരോ കൈയുടെയും പിൻഭാഗം മറ്റേ കൈകൊണ്ട് നന്നായി തടവുക. പിൻഭാഗം മറ്റേ കൈകൊണ്ട് നന്നായി ഒന്ന് വരുത്തുക. ഓക്കെ, സ്റ്റെപ്പ് 6 എന്താണ്? ഒഴുകുന്ന വെള്ളത്തില് കൈകൾ നന്നായി കഴുകുക. അതായത് ടാപ്പ് തുറന്നിട്ടുകാണ്ട് കൈകൾ നന്നായിട്ട് കഴുകണം. ഓക്കെ, സ്റ്റെപ്പ് 7 ഏതാണ്? കൈകൾ ഉണക്കാൻ സിംഗിൾ യൂസ് പേപ്പർ ടവലുകൾ ഉപയോഗിക്കുക. ഓക്കെ, സ്റ്റെപ്പ് 8, ഉപയോഗിച്ച പേപ്പർ അല്ലെങ്കിൽ ടവലുകളെ ഒരു മാലിന്യക്കൂട്ടയിൽ ഉപേക്ഷിക്കുക. അതായത് വേസ്റ്റ് ബക്കറ്റിൽ ഇടുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് 8 ഘട്ടങ്ങള്? 1, ചെറു ചൂടുള്ള വെള്ളത്തിൽ കൈകൾ നന്നായിട്ട് നനയ്ക്കുക.
2 ഉചിതമായ അളവിൽ സോപ്പ് കയ്യിൽ പുരട്ടുക. 3 കൈകൾ തമ്മിൽ നന്നായി തടവുക. 4 വിരലുകൾക്കിടയിലും വിരലുകൾക്കു ചുറ്റും നന്നായി തടവുക. 5 ഓരോ കൈയുടെയും പിൻഭാഗം മറ്റേ കൈകൊണ്ട് നന്നായിട്ട് തടവുക. 6 ഒഴുകുന്ന വെള്ളത്തിൽ കൈകൾ നന്നായി കഴുകുക. 7 കൈകൾ ഉണക്കാൻ സിംഗിൾ യൂസ് പേപ്പർ ടവലുകൾ ഉപയോഗിക്കുക. 8 ഉപയോഗിച്ച പേപ്പർ അല്ലെങ്കിൽ ടവലുകൾ ഒരു മാലിന്യക്കൂട്ടയിൽ ഉപേക്ഷിക്കുക. ഓക്കേ. അപ്പൊ ഈ 8 ഘട്ടങ്ങള് നമ്മൾ പഠിച്ചല്ലോ. കൈ എങ്ങനെ കഴുകേണ്ടത് എന്നുള്ളത് 8 ഘട്ടങ്ങളായിട്ടല്ലേ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ഇതിന്ന് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ക്രമപ്പെടുത്താൻ. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഇത് കറക്റ്റായിട്ട് ഓർഡർ ചെയ്യാൻ പറയും. തെറ്റിച്ചയക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവുക. പലരും ഇത് തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ വിട്ടുകളയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം ആ 8 ഘട്ടങ്ങൾ നമ്മൾ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു നോക്കണം. വേണമെങ്കിൽ നമ്മളൊന്ന് ട്രയൽ ചെയ്തൊക്കെ നോക്കാം. നമ്മൾ തന്നെ ഒന്ന് കൈയൊക്കെ കേൾക്കാണ്ട് എങ്ങനെയൊക്കെയാണ് ആ 8 ഘട്ടങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാം. അതാകുമ്പോൾ മറക്കൂല. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എല്ലാവർക്കും കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത ഉള്ളൊരു ഭാഗമാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ച് ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അതിന് നേരെ ഒരു ആരോ മാർക്ക് ഇട്ടുകൊണ്ട് ഒരു കോളങ്ങളും ഉണ്ടാവും. അവിടെ ഓരോ നമ്പറിലും ടിക്ക് ചെയ്യാനായിക്കാരും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് ക്രമപ്പെടുത്താനുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് എല്ലാവരും ആ 8 ഘട്ടങ്ങൾ, കൈ കഴുകുന്ന 8 സ്റ്റെപ്പുകൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഈ ക്രമപ്പെടുത്താനുള്ള ക്വസ്റ്റ്യൻസ് പലർക്കും എങ്ങനെ ചെയ്യേണ്ടി അറിയില്ല. അത് അറിയാത്തതുകൊണ്ടാണ് എല്ലാവരും അത് തെറ്റിച്ച് പോണത്. ക്രമപ്പെടുത്താനുള്ളത് അതിൻ്റെതായ ഓപ്ഷൻസിന്റെ തൊട്ട് എത്താനുണ്ടാകും ഒരു അപ്പ് ആൻഡ് ഡൗൺ ചിഹ്നം, ഒരു ആരോ. അപ്പൊ ആ ആരോയില് ആദ്യം ഏതാണ് വരുന്നത്, ഏതാണ് കറക്റ്റ് ആൻസർ, അത് ആദ്യം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഓരോന്നായി ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതിനെ ബേസിക് ചെയ്തുകൊണ്ട് ക്രമപ്പെടുത്തുന്നതിന്റെ 2-3 ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ നൽകിയിരിക്കുന്ന 4 ഘട്ടങ്ങളെ അവയുടെ ശരിയായ ക്രമത്തിൽ അടുക്കി എഴുതുക. 1 മുതൽ 4 വരെ അടുക്കി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 1 കൈകൾ ഉണക്കാൻ പേപ്പർ ടവലുകൾ ഉപയോഗിക്കുക. 2 ഉചിതമായ അളവിൽ സോപ്പ് പുരട്ടുക. 3 പേപ്പർ ടവലുകൾ മാലിന്യക്കൂട്ടയിൽ ഉപേക്ഷിക്കുക. 4 ചെറു ചൂടുള്ള വെള്ളത്തിൽ കൈകൾ നനയ്ക്കുക. അപ്പൊ ഏതാണ് ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത്? എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ക്രമപ്പെടുത്തുക? നമ്മളിപ്പോ നേരത്തെ ആ 8 ഘട്ടങ്ങൾ നമ്മൾ മുന്നേ പഠിച്ചല്ലോ, അത് തന്നെയാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞത് ആ 8 ഘട്ടങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്ന്. ഓക്കെ, അതിന് ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കിതൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇതിലിപ്പോ ഏതാണ് ഫസ്റ്റ് വരുന്നത്? ആ, 4ാമത്തെ ഓപ്ഷൻ അല്ലേ ഫസ്റ്റ് വരിക. ചെറു ചൂടുള്ള വെള്ളത്തിൽ കൈകൾ നന്നായി നനയ്ക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് വരുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ്, ഉചിതമായ അളവിൽ സോപ്പ് പുരട്ടുക. ഓക്കെ, 3 ഒന്നാമത്തെ ഓപ്ഷനാണ് വരുന്നത്, കൈകൾ ഉണക്കാൻ പേപ്പർ ടവലുകൾ ഉപയോഗിക്കുക. പിന്നെ ഏതാ അതിൽ ബാക്കി വരുന്നത്? 3ാമത്തെ ഓപ്ഷനാണ് 4ാമതായി വരുന്നത്, പേപ്പർ ടവലുകൾ മാലിന്യക്കൂട്ടയിൽ ഉപേക്ഷിക്കുക. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിന്നെ ക്രമപ്പെടുത്താനുള്ളത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. സോപ്പ് ഉപയോഗിച്ച് തടവിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ക്രമത്തിൽ എഴുതുക എന്ന് ചോദിക്കും. അപ്പൊ അവിടെ ഏതൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്? 1 ബിന്നിൽ പേപ്പർ ടവൽ നിക്ഷേപിക്കുക. 2 പേപ്പർ ടവൽ കൊണ്ട് കൈ തുടയ്ക്കുക. 3 ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക. അപ്പൊ നമ്മൾ സോപ്പ് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഏതാണ്? ഒഴുകുന്ന വെള്ളത്തിൽ കൈ കഴുകലല്ലേ. അപ്പൊ അതാണ് ഫസ്റ്റ് വരുന്നത്, അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമതായി ഏതാണ് വരുന്നത്? പേപ്പർ ടവൽ കൊണ്ട് കൈ നന്നായിട്ട് തുടക്കണം. ഓക്കെ, വെള്ളമൊക്കെ നന്നായി പോകുന്ന രീതിയിൽ കൈ തുടക്കണം. അപ്പോൾ രണ്ടാമതായി വരുന്നത് അതാണ്. 3 ഏതാണ്? ബിന്നിൽ
പേപ്പർ ടവൽ നിക്ഷേപിക്കുക. നമ്മൾ തുടച്ച ഈ പേപ്പർ ബിന്നിൽ പേപ്പർ ടവൽ നിക്ഷേപിക്കുക. ഓക്കെ ഓക്കെ അപ്പൊ ഇത് ഇങ്ങനെയാണ് ക്രമപ്പെടുത്തേണ്ടത്. ഓക്കെ, പിന്നീട് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കിയാലോ. ഒന്ന്, കൈകൾ സോപ്പിട്ട് എത്ര നേരം തേച്ച് കഴുകണം എന്ന് ചോദിക്കും. എത്രയാണ്? കുറഞ്ഞത് 20 സെക്കൻഡ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. കൈകൾ എത്ര നേരമാണ് തേച്ച് കഴുകേണ്ടത്? കുറഞ്ഞത് 20 സെക്കൻഡ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കൈകൾ കഴുകാൻ ഏത് തരം വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്? ഏത് തരം വെള്ളമാണ്? ചെറു ചൂടുള്ള വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നമ്മൾ അതിന്റെ ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞല്ലോ. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 38 ഡിഗ്രി സെൽഷ്യസ് ടു 45 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ആ ചൂടുവെള്ളത്തിന്റെ ടെമ്പറേച്ചർ വരേണ്ടത്. ഓക്കെ, അപ്പോൾ കൈകൾ കഴുകാൻ ഏത് തരം വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്? ചെറു ചൂടുള്ള വെള്ളം. പിന്നെ ക്വസ്റ്റ്യന്, കൈകൾ കഴുകിയ ശേഷം ഉണക്കാൻ എന്ത് ഉപയോഗിക്കണം? എന്താണ് ഉപയോഗിക്കേണ്ടത്? സിംഗിൾ യൂസ് പേപ്പർ ടവലുകളാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, പിന്നെ 4, എവിടെ വെച്ച് കൈകൾ കഴുകണം? എവിടെ വെച്ചാണ്? കൈ കഴുകാൻ മാത്രമായി നിശ്ചയിച്ചിട്ടുള്ള സിങ്കുകളിൽ. ഓക്കെ, മറ്റേത് നമ്മൾ പച്ച മാംസവും മീനൊക്കെ മുറിച്ച് കണ്ട് കഴുകാനായിട്ട് വേറൊരു സിങ്ക് ഉണ്ടാവും, വെജിറ്റബിൾസ് കഴുകാനൊക്കെ. അവിടെയല്ല നമ്മൾ കൈകൾ കഴുകേണ്ടത്. നമ്മൾക്ക് കൈകൾ കഴുകാനായിട്ടുള്ളൊരു സിങ്ക് ഉണ്ടാവും, അവിടെയാണ് കൈകൾ കഴുകേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തിൽ പറയുന്നത്. പിന്നെ ആ 8 ഘട്ടങ്ങൾ ഉണ്ടല്ലോ, 8 സ്റ്റെപ്പ് കൈകൾ കഴുകേണ്ടേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് വരാൻ നല്ല ചാൻസ് ഉള്ള ഒന്നാണ്. ഓക്കെ, പ്രത്യേകിച്ച് 20 സെക്കൻഡ് എന്ന സമയവും പിന്നെ പേപ്പർ ടവൽ ഉപയോഗിക്കണം എന്ന കാര്യവും അത് പ്രത്യേകം ഓർത്ത് വെക്കുക. ഓക്കെ, വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ വർക്ക് ചെയ്യണവർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പുതുതായിട്ട് വന്നവർക്കൊന്നും അറിയുണ്ടാവില്ല എക്സാം എങ്ങനെയാണ് എഴുതേണ്ടത്, എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നൊന്നും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ഇടുന്ന എല്ലാ പാർട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത പാർട്ടായിട്ട് പെട്ടെന്ന് തന്നെ വരാം.